Hello guys, welcome back to my channel. So adjusting the camera. Oh yeah, that's it for correct time. So hello guys, so welcome back to my channel. This is another Saturday. So ഞാൻ ഫ്രീ ആണ്. മൈ ഹസ്ബൻഡ് ഈസ് വർക്കിംഗ് ടുഡേ ഓൾസോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഓഫ്കോഴ്സ് രാവിലെ തന്നെ എഴുന്നേറ്റു. ഹാവിങ് മൈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്. ലൈക്ക് എളുപ്പമാണ്. ഇറ്റ്സ് ലൈക്ക് പാല്, കുറച്ച് കുരുമുളക്, പിഞ്ച് ഓഫ് കുരുമുളക്, പിഞ്ച് ഓഫ് പെപ്പർ ആൻഡ് പിന്നെന്താ സിനമൺ സ്റ്റിക്കും ടേമറിക് പൗഡറും ഇങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ഹണി ഇടാം. ബട്ട് ഹണി ഇല്ലായിരുന്നു. സോ ദ ബെസ്റ്റ് ഫോം ഓഫ് ഹണി ഐ ഡിഡ്ന്റ് ഹാവ്. സോ അതുകൊണ്ട് ഞാൻ ഹണി സ്കിപ്പ് ചെയ്തു. ഞാൻ ഇത്രയും ഗ്ലോ ആയിട്ടിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് നേച്ചേഴ്സ് മേക്കപ്പ് ഓവർ മീ. കാരണം നല്ല വെയിലുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാൻ ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഇൻ ദ വേ ഐ വിഷ്. ബട്ട് എനിവേ ലൈക്ക് മേ ബി ഞാൻ ഫ്രൈഡേ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇന്നത്തെ കാലാവസ്ഥകൾ നല്ലതായതുകൊണ്ട് ഐ ജസ്റ്റ് തോട്ട് ഓഫ് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്താലോ, ഹൗ ഇറ്റ് വിൽ ബി എന്ന് നോക്കാമല്ലോ. മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. ഒരു എസ്തെറ്റിക്സിന് വേണ്ടി ഞാനിവിടെ എൻ്റെ ഐ എം നോട്ട് അഡിക്റ്റഡ് ടു സെൻറ്റഡ് ക്യാൻഡിൽസ്, ബട്ട് ഇൻ എ വേ ഐ ലൈക്ക് സെൻറ്റഡ് ക്യാൻഡിൽസ്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ വീക്കിൽ മേടിച്ച ഒരു മസാജിങ് ഓയിലാണ്. സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഹെയർ സിറപ്പ് മിൻറ്റ് കണ്ടീഷൻ പ്രീ വാഷ് ഓയിൽ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. ഇറ്റ്സ് എ പ്യൂരിഫൈഡ് കോംപ്ലെക്സ് ഇൻഫ്യൂസ്ഡ് വിത്ത് പെപ്പർമിൻറ്റ്, അവോക്കാഡോ, ടീ ട്രീ ആൻഡ് സൺഫ്ലവർ. പെപ്പർമിൻറ്റിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് പെപ്പർമിൻറ്റ് ഈസ് ഗുഡ് ഫോർ സ്കാൽപ്പിനും ഒരു കാം ഉള്ളൊരു കാമിങ് എഫക്റ്റ് ഉണ്ട് ഈ പെപ്പർമിൻറ്റിന്. അവോക്കാഡോ ഇസ് ഗുഡ് ഫോർ ദ സ്മൂത്തനിങ് ആൻഡ് ദ ഷൈനിങ് ഓഫ് ദ ഓയിൽ ആൻഡ് ഓൾസോ ഫോർ ദ ഗ്രോത്ത്. ടീ ട്രീ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആൻഡ് സൺഫ്ലവർ ആസ് ഇഫ് യു ഗൈസ് നോ ഇറ്റ്. എൻ്റെ അടുത്ത് ഇത് മാത്രമല്ല കുറേ ഓയിൽസ് ഉണ്ട്. സോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആണെന്ന് എൻ്റെ അടുത്തൊരു ഐറിഷ് ലേഡിയാണ് പറഞ്ഞത്. എൻ്റെ ഒരു കോവർക്കറാണ്. And she told like this is best for her hair and best for her hair അല്ല, for Irish climate ന് പറ്റിയൊരു ഹെയർ സിറപ്പാണിത്. ഇത് ആക്ട് ആസ് ഒരു മെഡിസിൻ പോലാണ്. സോ ഞാനിങ്ങനെ നോസിൽ തോന്നാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഞാൻ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന ഈസി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ വീക്കെൻഡ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പം വീക്ക് ഡേയ്സ് ഞാൻ ഫ്രീ അല്ല, എനിക്ക് ടൈമും കാര്യങ്ങളും സെറ്റ് ആണെങ്കിൽ ഞാൻ ചിലപ്പം വീക്ക് ഡേയ്സും ചെയ്യും. ബട്ട് മോസ്റ്റ് കോമൺലി ഐ യൂസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഓൺ വീക്കെൻഡ്സ്. അയ്യോ ഓയിൽ നല്ല. എൻ്റെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ലൈക്ക് ഐ എം നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് കൈൻഡ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അല്ലെങ്കിൽ ഞാൻ അത്രയും എയിമൊന്നും ഞാൻ ഇപ്പോഴേ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഞാൻ എയിം ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ബട്ട് എനിക്കിപ്പോൾ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. ബിക്കോസ് ഞാനിപ്പം ഇൻകൺസിസ്റ്റൻ്റ് ആണ് പല കാര്യത്തിലും. ഞാൻ കൺസിസ്റ്റ് ആവുന്നത് ചില കാര്യങ്ങളിലേ ഉള്ളൂ. സോ ഐ നോ ദാറ്റ് ഐ ലാക്ക് ദാറ്റ് കൺസിസ്റ്റൻസി ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് വീക്ക്നെസ് ഇൻ മീ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ്, ചിലതിൽ ഞാൻ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റാണ്. അപ്പോൾ ആ ഒരു കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇപ്പോൾ. സോ ആൻഡ് അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ ഇടയ്ക്ക് ഞാൻ ആക്റ്റീവ് ആണ്, ഇടയ്ക്ക് ആക്റ്റീവ് അല്ല. ആൻഡ് ഐ നോ ദാറ്റ് many of my friends also used to say that like Visma keep on putting videos, keep on. But I'm accepting the true reality that I'm a raw human. I have my imperfections and my perfections also. അപ്പം എൻ്റെ ഇംപെർഫെക്ഷൻസിൽ ഒരെണ്ണമാണ് ഐ എം അക്സെപ്റ്റിംഗ് in front of everyone that I have inconsistency. So അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിലൊരു എന്താ പറയുക
കൂടുതൽ അങ്ങ് ആർട്ടിഫിഷ്യൽ ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഐ ഓൾവേസ് കീപ്പ് ഇൻ മൈ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായാലും ഏത് പ്രൊഫൈലായാലും കീപ്പ് മൈ ആ ഒരു ട്രൂ പിക്ചർ ഞാൻ എപ്പോഴും കൊടുക്കാറ്. ഞാൻ എൻ്റെ ഇപ്പം ഫോട്ടോസിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് വലിയ ബോധേഡ് ആയിരിക്കില്ല. സോ ഐ എം ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹ്യൂമൻ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ അത്രയ്ക്കും വരുന്നു എനിക്കില്ല. എൻ്റെ ലൈക്ക് ഫ്രണ്ട്സിൽ 2-3 പേര് കാണും. ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് എ ഹോൾ സപ്പോർട്ട് സിസ്റ്റം നൗ ആഫ്റ്റർ ഓൾ. അതിനപ്പുറം എനിക്കൊരു ഐ ഓൾസോ ഹാവ് 2-3 ഫ്രണ്ട്സ്. പക്ഷെ ഒരു മൈൻഡ് ഒരു എന്താ പറയുക ഒരു അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് എനിക്ക് അതർ ദാൻ ഫ്രം മൈ ഹസ്ബൻഡ് വേറെ ആരുടെയും എനിക്കില്ല. സോ ദാറ്റ് മൈ ബി വൺ ഓഫ് ദ റീസൺ. ചിലപ്പോൾ എനിക്ക് ആ ഒരു എൻകറേജ്മെന്റ് ടു ബി കൺസിസ്റ്റൻസി കുറയുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ മേ ബി ഐ ഡോണ്ട് നോ. ബട്ട് ഞാനിതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചൊന്നും അല്ല കേട്ടോ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആൾക്കാരെ മനസ്സിലാവുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു പീരിയഡ് ഇസ് റിയലി ഗുഡ് ഇൻ ലൈഫ് ബിക്കോസ് യു ക്യാൻ ഫിൽട്ടർ ദോസ് പീപ്പിൾ ഹു ആർ റിയലി ഗുഡ് ആൻഡ് നോട്ട് ഗുഡ്. അങ്ങനെ ഒരു നല്ലൊരു കാര്യം ഇതിലുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ലൈക്ക് ഇപ്പം നിങ്ങൾ പലരും നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നല്ലതാണ് ചെയ്യൂ എന്ന് പറയാനുള്ള ആൾക്കാർ കുറവായിരിക്കും. സോ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ റിയലി ഗുഡ്. ഈ കൈൻഡ് ഓഫ് ഇങ്ങനെ നമ്മൾ ഡൗൺ ആവുന്ന ടൈമിലായാലും നല്ല രീതിയിൽ നിൽക്കുന്ന ടൈമിലായാലും യു ക്യാൻ ഫിൽട്ടർ ദോസ് പീപ്പിൾ ഹൂ വിൽ ബി ദെയർ ഫോർ യു ഇൻ ഓൾ ദോസ് ടൈംസ്. അപ്പം അതുകൊണ്ട് നല്ലതാണ് ഇന്നവേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങൾ. And also me and my husband is planning for something. പിള്ളേരൊന്നും അല്ല, like we are planning for something this year. So and അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രസ്സിലാണ് ഞങ്ങൾ ആ ഒരു കാര്യത്തിനെ പറ്റി. ആൻഡ് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ഒരു കാര്യം സെറ്റാക്കുകയാണ്. ഡോണ്ട് ഫീൽ ലൈക്ക് വി ആർ ഗോയിങ് ബാക്ക് ടു ഇന്ത്യ അല്ലെങ്കിൽ ഞങ്ങൾ ബേബി പ്ലാനിങ് അങ്ങനൊന്നും ഒരു സബ്ജക്റ്റിലല്ല. സംതിങ് ഡിഫറെൻറ്റ്. ചിലപ്പോൾ അത് ഞാൻ I won't reveal it this time. അല്ലെങ്കിൽ ചിലപ്പം മേ ബി ഒരു 6 months ഒക്കെ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു പിക്ചർ കിട്ടുക നിങ്ങൾക്ക്. സോ ഐ വോണ്ട് ബി റിവീലിംഗ് ദാറ്റ്. ബട്ട് ഐ എം ഓൺ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് ചില സമയത്ത് എനിക്ക് ഹെക്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. നെക്സ്റ്റ് ഞാനിത് കെട്ടി വെക്കുകയാണ്. ഒരു 3-4 hours ഞാൻ വെച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ട് ഇത് രാവിലെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ. എനിക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇങ്ങനൊരു ടേബിളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ ഇത് ഹാൻഡിയാണ്, നമുക്ക് റോൾ ചെയ്ത് ഏത് സ്ഥലത്തും കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു മെസ്സ് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഒരു വീക്കിലുള്ള ഒരു സൺഡേ ആകുമ്പോഴുള്ള കംപ്ലീറ്റ് റീസെറ്റ് വേണം എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്കിത് ഒരിക്കലും ക്ലീൻ അപ്പ് ചെയ്യാനും ആ ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല. സോ മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഇതും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാനിത് അടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കണം. എല്ലാം ഓർഗനൈസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.